എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് പാലക്കാടിൻ്റെ അഹങ്കാരമായ മലമ്പുഴ ഡാമിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ പാലക്കാട് പട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബസ്സിൽ അണക്കെട്ടിലെത്താൻ നമുക്ക് പറ്റും. എന്നാൽ അവസാന ബസ് രാത്രി 8 മണിയോടെ പട്ടണത്തിലേക്ക് തിരിച്ചു പോകും കേട്ടോ. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡും. അപ്പോൾ ഞങ്ങൾ കാറിലാണ് വന്നത്. കാറിൻ്റെ നമ്മൾ പാർക്കിംഗ് ഫീ 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ മലമ്പുഴ ഗാർഡൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു കുടയെങ്കിലും കയ്യിൽ ഒപ്പിക്കണം. നല്ല ചൂടാണ്. ഞങ്ങൾ എത്തിയത് നേരത്തെയാണ്, ഒരു 9:30-10 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ എൻ്റെ മുന്നിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് അഡൽറ്റിന് 30 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. ഞങ്ങൾ 2 പേര് പോയിരുന്നു, 60 രൂപ. ഓക്കെ, ഞങ്ങൾ ടിക്കറ്റ് മേടിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ചേട്ടൻ ടിക്കറ്റ് കാണിച്ചുകൊണ്ട് മലമ്പുഴ ഡാമിനുള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ ഒരു വഞ്ചിയൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വഞ്ചി. അപ്പോൾ ഞങ്ങൾ ആ വഞ്ചിയെല്ലാം കടന്ന് നടക്കാൻ തീരുമാനിച്ചു. കാരണം ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ചെറിയൊരു കൂൾ ഡ്രിങ്കോ വെള്ളമോ വല്ലതോ നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. തൊട്ട് മുന്നിൽ തന്നെ അതായത് ചെറിയ ട്രെയിനൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അവിടെ ഇരുത്തി നമുക്ക് കളിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഇവിടെ ചെറിയൊരു കിടങ്ങ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി കേട്ടോ. തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കുട്ടികൾക്കുള്ള ഉദ്യാനം, പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതായി കാണുന്നു. ഇപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടുമിക്ക ആളുകളും ഇങ്ങനത്തെ മലമ്പുഴ ഡാമിലേക്കൊക്കെ വരുന്നത് ഈവനിങ് ടൈമിലായിരിക്കും. കാരണം ഇവിടുത്തെ ചൂട് സഹിക്കാത്തത് കൊണ്ടാണ് അവർ മോർണിംഗ് ടൈമിലൊന്നും വരാതെ ഈവനിങ് ടൈമിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ നടന്നു. ഇവിടുത്തെ ഫുഡ് കോർട്ട്, ടോയ്ലറ്റ്, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും ഓരോ സൈഡിലും ഓരോ ബോർഡ് ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ആശ്വാസം തോന്നിയത് ഇതിലൂടെ നടന്നപ്പോഴാട്ടോ, ഈ മരങ്ങളുടെ അടിയിലൂടെ. കാരണം ഈ ചൂടത്ത് കുറച്ചൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് ഇങ്ങനത്തെ മരത്തിന് ചൂടിലൂടെ നടക്കുമ്പോഴാണ്. ഞങ്ങൾ മാത്രമല്ല, കുറേ ചേട്ടന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പതുക്കെ ഞങ്ങളും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ചെറിയൊരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം ഒഴിക്കുന്നത് ഒരു പ്രതിമയാണ്. ഓക്കെ, അതെല്ലാം കണ്ടു. കുറച്ച് നേരം ഞങ്ങളും ഇവിടെ തമ്പടിച്ചു. എന്നിട്ട് പതുക്കെ, കാരണം ഇനിയും നമ്മൾ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഒരു 11-12 മണിയൊക്കെ ആവുകയാണെങ്കിൽ ചൂടിൻ്റെയൊക്കെ ഒരളവെന്ന് പറഞ്ഞാൽ ഭയങ്കര അധികമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ യാത്ര തുടങ്ങി. ഇവിടെ കുറേ ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു മലമ്പുഴയിൽ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട്. ഇത് ആ കാണുന്ന കേട്ടോ ഷട്ടർ മലമ്പുഴയുടെ, അതോ അതിന് മുകളിൽ നമ്മൾ കയറണം. അപ്പോൾ കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. പതുക്കെ നടക്കുക കേട്ടോ. ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. കൂടുതലും ടോയ്ലറ്റ്സൊക്കെ ഉണ്ട്. ഓരോരോ സൈഡിലും ഒരു ടോയ്ലറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ ടോയ്ലറ്റ്സ് ആട്ടോ. നിങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങി കേട്ടോ. അതാ നിങ്ങൾ മുകളിൽ കൂടെ കണ്ടോ റോപ്പ് വേ ഒക്കെ. ഇവിടുത്തെ റോപ്പ് വേ എന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാം പോലെ തന്നെ വളരെ ഒരു പ്രസിദ്ധവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ റോപ്പ് വേ കേട്ടോ. നമ്മൾ കയറുന്നുണ്ട് റോപ്പ് വേയിൽ. ജസ്റ്റ് ഒന്ന് മുകളിലൊക്കെ എത്തി അണക്കെട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് റോപ്പ് വേയിൽ കയറാം കേട്ടോ. ഇതാ പോകുന്നു റോപ്പ് വേ. കാരണം സ്റ്റാർട്ടായിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം അവർ ആദ്യം എന്തോ ചെക്കൊക്കെ ചെയ്യും, അതിനുശേഷം മാത്രമാണ് ആളുകളെ അതിൽ ഇരുത്തിയിട്ട് അവർ ഇത് ചെയ്യാറുള്ളത് കേട്ടോ. ഇവിടെ ഒരു ചെറിയ 2 ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 6-7 കൊല്ലമായിട്ട് യാതൊരു മെയിൻ്റെനൻസും ഇല്ലയെന്നാണ്. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടാണാവോ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. തൊട്ട് മുന്നിൽ ചെറിയൊരു പൂളൊക്കെ ഉണ്ട്. പൂളിൽ ഒന്നുമില്ല, കുറച്ച് വെള്ളം എന്തൊക്കെയുണ്ട്, ചളിവെള്ളം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറയുകയല്ലേ, മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. ഇതവിടെ ഒരു പില്ലറുണ്ട് കേട്ടോ, അതിൽ മലമ്പുഴ ഡാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പില്ലറൊക്കെ കണ്ട്, ഒരു സർക്കിൾ ഷേപ്പിൻ്റെ ഉള്ളിലാണ് ആ പില്ലർ സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പില്ലറൊക്കെ കണ്ടു. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു വ്യൂ, നല്ല അടിപൊളി വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം, അതിനു വേണ്ടി മാത്രം
ഉണ്ടാക്കിയൊരു ഇരിപ്പിടം. ഇവിടേക്ക് ഇരുന്നു കൊണ്ട് ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് വല്ല ഭക്ഷണം കഴിക്കാനോ പിന്നെ ഈ വ്യൂ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാൻ തന്നെ ഒരു സുഖമായിരിക്കും കേട്ടോ. അതോ ഡാമിൻ്റെതാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുക, കാരണം നമ്മുടെ എയിം അവിടേക്കാണ്. അപ്പോൾ ഇതാണ് ഫുൾ ബാക്ക് സൈഡ് കേട്ടോ. നല്ല ഭംഗിയിൽ, നല്ല ഭംഗി, പ്രത്യേകിച്ച് പാലക്കാട്ടിന് പ്രത്യേക ഒരു ഭംഗി തന്നെ, ഒരു പച്ചപ്പാണ്. ഇവിടെ ഒരു ചെറിയൊരു പ്രതിമയൊക്കെ ഉണ്ട്. പ്രതിമ ഇരിക്കുന്നത് കാട്ടിലാണെന്ന് തോന്നുന്നില്ല, കാടായിരിക്കുന്നു അവിടെ. ഇനി നമുക്ക് ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് പോകാം കേട്ടോ. ഈ റോഡിൽ നമ്മൾ നേരെ പോകുന്നത് ബ്രിഡ്ജിൻ്റെ ടോപ്പിലേക്കാണ്. എന്ത് ബ്രിഡ്ജിൻ്റെ? നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ബ്രിഡ്ജ്, അതായത് അതിൻ്റെ മുകളിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഭിത്തിയുടെ മുകളിലൊന്നും ഇരിക്കരുതെന്ന് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും എഴുതി വെക്കുന്നതാണ്, പക്ഷെ ആര് കേൾക്കാനാ അല്ലേ? അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതാ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടോ. ഇതാണ് സസ്പെൻഷൻ ബ്രിഡ്ജ്, അതായത് ഡാമിന് മുകളിലൂടെയുള്ള ബ്രിഡ്ജാട്ടത്. അതിനാണ് നമ്മൾ പറയുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന്. അപ്പോൾ ഓക്കെ, നമുക്കിനി കുറച്ച് നേരം നമുക്ക് നമ്മുടെ ഡാമിനെ കുറിച്ച് പഠിക്കാം. മലമ്പുഴ അണക്കെട്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ മലമ്പുഴയിൽ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണ്. 1955 ഈ മലമ്പുഴ അണക്കെട്ട് നിർമ്മിച്ചത് കേട്ടോ. പിന്നെ ഒന്നും കൂടിയുണ്ട്, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് മലമ്പുഴ അണക്കെട്ട് കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തത് ജലസേചനത്തിന് വേണ്ടിയിട്ടായിരുന്നു, കൃഷികൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഈ ഡാം യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ കായൽ മത്സ്യങ്ങളായ കട്ല, തിലാപ്പിയ, കരിമീൻ, അങ്ങനത്തെ കുറേ മീനുകളുടെയും ഒരു മത്സ്യസമ്പത്തും കൂടിയുണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള ആ വ്യൂ. ഈ കുന്നുകളൊക്കെ ഉണ്ടല്ലോ, ഈ മലകളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ശരിക്കും നമ്മുടെ പാലക്കാടിന് ഈ ചൂടില്ലേ, നമ്മൾ ഈ ചൂടിനങ്ങ് മറന്നു പോകും. അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ ഉള്ളത്. ചൂട് മറന്നു പോയിട്ട് നമ്മൾ ഇതിലങ്ങ് ലയിച്ച് ചേരും. അപ്പോൾ ഇതായി നീണ്ട് കിടക്കുന്നതാണ് നമ്മുടെ ഡാമിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ നിന്ന് ഞാനൊരു ഇത് എടുത്തതാണ്. നല്ല രസം കേട്ടോ മുകളിൽ നിന്നുള്ള വീഡിയോ ഒക്കെ. ഈ കാണുന്നതാണ്, ഈ താഴെ കാണുന്നത് കൂടിയാണ് നമ്മുടെ വെള്ളം ഒഴുകി പോകുന്നത്. നല്ല ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡ് മാത്രം എടുത്തതാണ്. കണ്ടോ മലകളൊക്കെ. ഞാൻ മലകളിലേക്ക് തോന്നുന്നു 2-3 തവണയായി ഫോട്ടോസ് എടുക്കുന്നത്. കാരണം നമ്മൾ എത്ര എടുത്താലും ആ ഫ്രെയിം ഉണ്ടല്ലോ, നല്ല രസമാണ്. ഇതാട്ടോ തൂക്കുപാലം. ഫസ്റ്റ് ഒന്നാമത്തെ തൂക്കുപാലം ഇതാണ്, രണ്ടാമത്തെ തൂക്കുപാലം അപ്പുറത്തിരിക്കുന്നുണ്ട്. 2 തൂക്കുപാലമുള്ള നമ്മുടെ മലമ്പുഴയിലുള്ളത് 2 തൂക്കുപാലം കേട്ടോ. 2 നല്ല അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇതിന് ശേഷം നമ്മൾ പതുക്കെ നമ്മൾ ഒരു തൂക്കുപാലത്തിലൂടെ നമ്മൾ കയറിയിട്ട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് സംഭവങ്ങൾ. ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ. ഇതാ ഈ താഴെ കാണുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ ഒരു 10-12 അടി ഇതുണ്ട് കേട്ടോ, വലിപ്പമുണ്ട് ഷട്ടറിന്. അതായത് തൊട്ടിപ്പുറത്ത് അതിൻ്റെ ലെവലൊക്കെ നമുക്ക് കാണിക്കാൻ ഇതാകുന്നുണ്ട്, ചുവപ്പും വെള്ളയൊക്കെ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വാട്ടർ ലെവൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. വെള്ളത്തിനെ തടഞ്ഞ് വെച്ചിരിക്കുക. അത് നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഞാൻ കുറച്ച് നേരം കണ്ടു, അവിടെ നിന്ന് ആ വ്യൂസൊക്കെ എടുത്തു. തൊട്ട് ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മുടെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൽ വെള്ളം തുറന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതിലൂടെയാണ് ഒഴുകി പോവുക കേട്ടോ. ഇതിവിടെ ഒരു ആനയൊക്കെ ഉണ്ട്, ആനയുടെ തുമ്പിക്കൈൻ്റെ മേൽ കൂടെ വെള്ളം വീഴുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ഓരോ കഴിവുകളാണ് ആളുകളുടെ. പിന്നെ ഈ കാണുന്ന ഈ ഫ്രണ്ടിലത്തെ ഈ വിളകെട്ടില്ലേ, അതിൽ മത്സ്യങ്ങളെയൊക്കെ ഇവർ വളർത്തുന്നു കേട്ടോ. അത് വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. കുറേ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ തൊട്ട് മുന്നിൽ ഇതാ ഒരു തൂക്കുപാലം, തൊട്ടപ്പുറത്ത് വേറെ തൂക്കുപാലം, പിന്നെ ഇതാ മലകൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇവിടുത്തെല്ലാം കാണിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് നടന്നു നീങ്ങിട്ടോ. അപ്പോൾ തൊട്ടിപ്പുറത്ത് നമുക്ക് ഈ പരമാവധി ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ഇതൊക്കെ ഒരു ബാരിയറൊക്കെ കെട്ടിയൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഇതാട്ടോ. നമ്മൾ നല്ല ഒരു ക്യാമറ കൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ സാധിക്കും. ഇത് പോകുന്നുണ്ട് ഈ പാലം അറ്റം വരെ പോരുണ്ട്, നല്ല നീളത്തിൽ. അതും മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അധികം ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഇപ്പോഴും വാട്ടർ ലെവൽ നമ്മുടെ മലമ്പുഴ ഡാമിനോട് സംബന്ധിച്ച് ഇപ്പോഴും നോർമൽ തന്നെയാണ്, അധികമായിട്ട് പൊങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടുത്തെ ഭംഗിയെ കണ്ട് നടക്കുമ്പോഴാണ് കാറ്റാടി അവിടെ നിൽക്കുന്നത് കണ്ടോ. പതുക്കെ കറങ്ങുന്നുണ്ട് ഒരു കാറ്റാടിയൊക്കെ. അപ്പോൾ അതിനടുത്ത് കൂടെ ഞങ്ങൾ നടന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതിൻ്റെ അവസാനം വരെ നടന്നു പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ കുറച്ച് നടന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതാ കാണുന്നൊരു കുട പിടിച്ചിട്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ഇനി ഇതില്ല, അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്.
കാരണം കുറേ ജീവനക്കാർ ഇവിടെ കുറവാത്രേ. അപ്പോൾ നമ്മൾ ഇത്രയും ആളുകൾ കുറേ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കി നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം പല സ്ഥലത്തുനിന്നും പല രീതിയിലുള്ള ആളുകളാണ് വരിക. ചിലപ്പോൾ അതിന് മുകളിൽ ചാടി കയറി വീട് വളരെ സംഭവിച്ചു കഴിഞ്ഞാൽ ജീവനക്കാരുടെ പണി പോയില്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ പതുക്കെ താഴോട്ടിറങ്ങി. ഇത് എന്താ കുത്തനെ ഒരു കോടി ഇറക്കമായിരുന്നു കേട്ടോ ഇവിടുന്ന്. കാരണം നല്ല പണിയായിരുന്നു. ഞങ്ങൾ പതുക്കെ പതുക്കെ കോണി ഇറങ്ങി. അത്രയ്ക്കൊരു നേരോ കോണി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരെ എത്തുന്നത് ഈ മലമ്പുഴ ഡാമിൻ്റെ പുറകു വശത്തേക്കാട്ടോ. ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കയറി നടന്ന ആ ഡാമിൻ്റെ വശം ഇതാ ഈ കാണുന്ന കേട്ടോ. നമ്മളിതാ അതിൻ്റെ പുറകു വശമാണ്. അപ്പോൾ നമ്മൾ വേറൊരു സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ കാണുമ്പോൾ നമ്മളൊരു വേറൊരു സ്ഥലം പോലെ തോന്നുക കേട്ടോ. ഗാർഡനോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാട് മൂടിയ സ്ഥലം. ഇതാ തൊട്ട് മുന്നിൽ നമ്മുടെ കാറ്റാടി നിൽക്കുന്നുണ്ട്. ഈ കാറ്റാടിയാണ് നമ്മൾ അതിന് മുകളിൽ നിന്ന് കണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കാറ്റാട്ടത്തൊക്കെ ഭംഗിയായി കണ്ട് നടന്നപ്പോൾ ഇതാണ് നമ്മൾ അണക്കെട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കടയുണ്ട്. അപ്പോൾ ആ കടയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ദാഹിച്ചിട്ട് വയ്യ, നല്ല ചൂട്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഒരു ചേട്ടനും ചേച്ചി കേട്ടോ ഈ കട നടത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ അവിടെ നിന്നൊരു ഉപ്പിലിട്ട മാങ്ങ മേടിച്ചിട്ടോ. അത് ഒരു കപ്പിലാക്കിയിട്ടാണ് നമുക്ക് തരാറുള്ളത്. 30 രൂപയാണ് ഇങ്ങനത്തെ ഒരു കപ്പിലാക്കിയിട്ടുള്ള മാങ്ങ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് കിളിക്കൊക്ക് മാങ്ങ എന്ന് പറയും, ആ മാങ്ങയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അതെല്ലാം കഴിച്ചു. ഇനി നമുക്ക് യാത്ര തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയപ്പോൾ ഒരു ചെറിയൊരു ബ്രിഡ്ജ്, അപ്പുറത്തും ഇപ്പുറത്തും കാടും അതിനിടയ്ക്ക് കൂടെ ചെറിയൊരു ബ്രിഡ്ജും. റൈറ്റ് സൈഡിലാണെങ്കിൽ വെച്ചാൽ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസം കാണാൻ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ മുന്നോട്ടും നമ്മുടെ ഇതിന് മുകളിലൂടെ റോപ്പ് വേ അതും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വല്ല കുടിക്കാനോ ദാഹിക്കുമ്പോൾ കുടിക്കാനോ കഴിക്കാനോ എല്ലാ ഷോപ്പുകളും ഇവിടെ ഉണ്ട്. എല്ലാ സൈഡിലും ഓരോരോ സൈഡിലും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ വഴി പോയാലാണ് നമുക്ക് ബോട്ട് സർവീസിനുള്ള സംഭവം കിട്ടുക. ഞങ്ങൾ കറക്റ്റായിട്ട് ബോട്ട് സർവീസ് ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ വഴി പോയില്ല. അതുകൊണ്ട് എനിക്ക് എത്ര രൂപയാണ് ബോട്ട് സർവീസിന് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. തൊട്ടിപ്പുറത്താണ് ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇതാണ് മലമ്പുഴ യക്ഷി എന്നറിയപ്പെടുന്നത്. അതായത് കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കിയ, അതായത് പ്യുർ കരിങ്കല്ലുണ്ടാക്കിയ മലമ്പുഴ യക്ഷിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്നത്. മലമ്പുഴ ഡാമിനെ പോലെ തന്നെ പ്രസിദ്ധമാണ് മലമ്പുഴ യക്ഷി. അത് നിങ്ങൾക്ക് താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ രൂപത്തിൻ്റെ തൊട്ട് താഴെ യക്ഷി ബൈ കാനായി. അപ്പോൾ ഈ ഭംഗിയെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടു, തൊട്ടിപ്പുറത്ത് കണ്ടു, ഒരു ടൈൽസിൻ്റെ ഇതിന് മുകളിലാണ് ആ ബിംബം ഉണ്ടാക്കിയിട്ടുള്ളത് അവർ. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടിപ്പുറത്ത് നമ്മുടെ തൂക്കുപാലമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മൾ തൂക്കുപാലത്തിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ തൊട്ട് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു നന്ദി ഗാർഡൻ കാണാൻ പറ്റും. അപ്പോൾ ഈ നന്ദി ഗാർഡന് തൊട്ട് മുന്നിലാണ് നമ്മൾ കയറാൻ പോകുന്ന തൂക്കുപാലം നിൽക്കുന്നത് കേട്ടോ. 2 തൂക്കുപാലത്തിലെ ആദ്യത്തെ തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതാണ് നന്ദി ഗാർഡനാണ് ഇതിന് തൊട്ട് പിന്നാലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നിലാണ് നമ്മുടെ ആദ്യത്തെ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. നല്ല വെൽ മെയിൻറ്റെയിൻ ആണ് തൂക്കുപാലം. അപ്പോൾ ഞങ്ങൾ പതുക്കെ തൂക്കുപാലത്തിലൂടെ നടന്നു നീങ്ങി. നമുക്ക് ഇവിടെ നിന്നാണ് ഈ മലമ്പുഴ ഡാമിൻ്റെ കറക്റ്റ് ആ പിക്ചർ കിട്ടുക. കാരണം വേറെ നമ്മൾ ഇപ്പോൾ വീഡിയോസൊക്കെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലോ നമുക്ക് ആംഗിളാവും കിട്ടുന്നുണ്ടാവുക. ഇതിന് മുകളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മലമ്പുഴ ഡാമിൻ്റെ കറക്റ്റൊരു മുഖചിത്രം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതാണ് മലമ്പുഴ ഡാം. കണ്ടോ, നമ്മുടെ മഴക്കാലത്തൊക്കെ ഈ ഷട്ടർ തുറക്കുമ്പോൾ ഇതിലൂടെയാണ് വെള്ളം ചാടി ഒഴുകാറുള്ളത്. ഇതാണ് ഒരു കറക്റ്റൊരു പ്ലേസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം. നമ്മുടെ മറ്റേ തൂക്കുപാലം, ആ ബോട്ട് സർവീസിങ്ങിൻ്റെ ബോട്ടുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. റോപ്പ് വേ മുകളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാണ് നമ്മുടെ ഈ മലമ്പുഴ ഫസ്റ്റത്തെ ഈ ബ്രിഡ്ജിന് മുകളിലുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നടന്നു നീങ്ങി. കാരണം കൂടുതൽ നേരം നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നടന്നു നീങ്ങുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ വേറൊരു സൈഡിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ആളുകൾ കാണാൻ പറ്റിയൊരു ചെറിയൊരു ബാരിയറൊക്കെ ഉണ്ടാക്കിയിട്ട് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതാ ഇവിടെ ഇവിടുന്ന് നമുക്ക് ഡാം കാണാം, പോർട്ട് സർവീസ് കാണാം, ഫോട്ടോസ് എടുക്കുക എത്ര വേണമെങ്കിലും. അതാ കാണുന്നു കേട്ടോ നമ്മുടെ യക്ഷി, തൊട്ടപ്പുറത്ത് യക്ഷീനുണ്ട്. ഇത് മുകളിലൂടെ റോപ്പ് വേ പോകുന്നു, അപ്പുറത്ത് ഇതാ നമ്മുടെ വേറെ തൂക്കുപാലം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മളൊരു സുഖമായിട്ട് നിൽക്കുകയാണ് അവിടെ. പക്ഷെ ഒന്നും കൂടി ഈവനിങ് ടൈം ആണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു വൈബായിരുന്നതിന്. തൊട്ട് പിന്നാലെ തന്നെ ഒരു താമരക്കുളം, ആമ്പൽക്കുളം പറയാവുന്ന സംഭവം തൊട്ട് പിന്നാലെ തന്നെയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ മെയിൻറ്റെയിൻ കണ്ടിട്ട് തോന്നുന്നത് ഭയങ്കര മോശം മെയിൻറ്റെയിനാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആമ്പൽക്കുളം ആയിക്കോട്ടെ, താമരക്കുളം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ഇത് നിങ്ങളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു മെയിൻറ്റെയിൻസ് അല്ല ചെയ്തിട്ടുള്ളത്. എത്രയോ മുന്നേ വീണ മരക്കഷ്ണമൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ആ കുളത്തിൽ. എന്താ പറയുക, നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് നീങ്ങി. കാരണം ഇനിയിപ്പോൾ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ആമ്പലിനെക്കാട്ടിലും താമരയെക്കാട്ടിലും കൂടുതൽ കച്ചറയാണ് അതിലുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ ഈ ബോട്ടിലുകളുണ്ടല്ലോ, എല്ലാം അതിനുള്ളിലാണ് വലിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ ഒന്നും കൂടി സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇതാ തൊട്ട് ഈ സൈഡിലായിട്ട് ഇതാ അപ്പുറത്തെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു തൂക്കുപാലം കൂടി കാണാൻ പറ്റും. ഇതാണ് ഞാൻ 2 തൂക്കുപാലം പറഞ്ഞില്ലേ, അത് 2ാമത്തെ തൂക്കുപാലമാട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഈ വഴി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഒരുവിധം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതാണ് സ്വിമ്മിംഗ് പൂളാട്ടോ. മലമ്പുഴ ഡാമിനുള്ളിലുള്ള സ്വിമ്മിംഗ് പൂളാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിലിപ്പോൾ തോന്നുന്നു ഒരു 3-4 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് ഇതിന് എൻട്രി സ്ഥലം ഇതാണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 75 കേട്ടോ എൻട്രി ഫീ ഒക്കെ. കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒരു മുഖച്ഛായ കണ്ടിട്ട് അങ്ങനെയാട്ടോ എനിക്ക് തോന്നുന്നത്. പൂൾ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് അത് അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഇനി നമ്മുടെ ഒരു എയിം ഉള്ളത് എവിടേക്കാണെന്നറിയോ? മലമ്പുഴ ഡാമിന് പുറത്ത് റോപ്പ് വേയിലേക്കാണ് നമ്മുടെ എയിം ഉള്ളത്. കാരണം ആ എക്സ്പീരിയൻസ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് നടക്കാൻ പോകാട്ടോ. ഇപ്പോൾ തന്നെ കുറച്ചിപ്പോൾ ആളുകളൊക്കെ വരാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ടൈം നമ്മളൊരു 9-10 മണിയായല്ലോ വന്നിരുന്നത്. ഇപ്പോൾ ഒരു 11-11:30 ടൈം ആയിരിക്കുന്നു. ആളുകളൊക്കെ എത്താൻ തുടങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ആ എൻട്രി. ഇവിടെ എന്തൊക്കെയോ ഇപ്പോൾ ഒരു പണികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പണിക്കാരുണ്ട്. ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൂടും അതേപടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെക്കാളും കൂടുതൽ ഇവിടെ വരുന്നത് തമിഴ്നാട്ടുകാരാട്ടോ. അവർ കുറേ സ്കൂൾ ബസ്സിലും കുട്ടികളും കുറേ പേര് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമുക്കിനി പോകേണ്ടത് നമ്മുടെ എവിടേക്കാണ്? റോപ്പ് വേയിലേക്കാട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് പുറത്തിറങ്ങി. കുറേ കടകളൊക്കെ ഓപ്പൺ ആയിട്ടോ ഇപ്പോൾ. കാരണം 10-11 മണിയായി. അതുകൊണ്ട് തന്നെ കടകളെല്ലാം ഓപ്പൺ ആയിരിക്കുന്നു. ചൂടും അതേപോലെ ഓപ്പണായി കഴിഞ്ഞു. പിന്നെ പതുക്കെ നടന്ന് നീങ്ങാൻ തുടങ്ങി. കാരണം നമ്മൾ കാറ് ഞങ്ങൾ പാർക്ക് ചെയ്ത് തൊട്ടപ്പുറത്തൊരു മൈതാനം ഉണ്ട് കേട്ടോ, ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ മുന്നിൽ കാണുന്നതാണ് റോപ്പ് വേയിലേക്കുള്ള എൻട്രി ഗേറ്റ്. കാരണം ഇപ്പോൾ ആളുകൾ കുറവാണ്. ഈവനിങ് ആകുമ്പോഴാണ് ആളുകളുടെ എണ്ണം കൂടുക ഇവിടെ. റോപ്പ് വേ ആണെങ്കിൽ എന്താണെങ്കിലും ചൂടിൻ്റെ ടൈമിൽ നല്ല ചൂടല്ലേ, അതുകൊണ്ട് മാത്രം കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ നല്ല ക്യൂ ആയിരുന്നു. പതുക്കെ ഞങ്ങൾ പടി കയറാൻ തുടങ്ങി കേട്ടോ. ഇവിടെ ഒരാൾക്കുള്ള വില 71 രൂപയാണ് സിംഗിൾ പേഴ്സൺ. ഒരു നോർമൽ ടിക്കറ്റാണ് 71 രൂപ. കാരണം അതെനിക്ക് തോന്നുന്നു 71 രൂപ അത്രയ്ക്ക് വലിയൊരു പൈസയല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തൊട്ടിപ്പുറത്തൊരു ചെറിയൊരു പ്രതിമയും കൊക്കും ഒരു ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് നടന്ന് നീങ്ങി. ഇവിടുന്ന് കയറിയ ഉടനെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ. നമുക്കവിടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്ത് പേ വേണമെങ്കിലും ചെയ്യാം. ഒരാൾക്ക് 71 രൂപ. അപ്പോൾ ഞങ്ങൾ 2 പേരായിരുന്നു, 142 റുപ്പീസ്. ഇവിടെ ഒരു ചേട്ടനുണ്ട്. നേരെ നമ്മൾ ആ കൊടുന്ന ടിക്കറ്റ് ഇങ്ങനെ കാണിക്കുക കേട്ടോ. ഇങ്ങനെ കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ മുകളിലോട്ട് പോകണേ. പൈകിൻ്റെ പിന്നാലെ പോയാൽ മതി. അപ്പോഴാണ് ഈ സംഭവം വരിക. ചെറുതാ പോകുന്നുണ്ടോ. ഈ ചെയർ വരുമ്പോൾ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നില്ല. ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് വെച്ചാൽ ചാടി കയറി ഇരിക്കാനാണ് പറഞ്ഞത്. പിന്നെ നമ്മളും ചാടി കയറി ഇരുന്ന് ഞങ്ങളും അപ്പോൾ ഇങ്ങനെ റോപ്പ് വേയിൽ കയറി കേട്ടോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ റോപ്പിൽ കയറിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു വൈബ് മനസ്സിലായത്. കാരണം ഇതുവരെ നമ്മളിങ്ങനെ മൊത്തം ചുറ്റിക്കറങ്ങി നടന്നിരുന്ന സ്ഥലങ്ങൾ മൊത്തം നമുക്ക് ഈ റോപ്പയിലൂടെ സുഖമായിട്ട് കണ്ടുകൊണ്ട് പോകാം. എല്ലാറ്റിനും ഓരോരോ ഭംഗിയും ഓരോരോ വൈബും ഉണ്ട്. എന്നാലും എനിക്ക് റോപ്പ് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. കാരണം മരങ്ങളുടെ ഇടയിലൂടെ വെള്ളം വീഴുക, നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ റോപ്പയുടെ ഒരു സ്ക്രീൻ ഉണ്ട്, ആ സ്ക്രീൻ കുറച്ച് പഴയതാണ്. അതുകൊണ്ടാണ് അതിലൂടെ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് താഴത്തുനിന്നൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഒരു പേടിയുണ്ട് മനസ്സിൽ, അഥവാ മൊബൈൽ ഫോണോ മറ്റേ താഴെ പോയി കഴിഞ്ഞാൽ പോയി ഇതുവരെ എടുത്തതൊക്കെ. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. അതെങ്ങനെ കേട്ടോ, നല്ല ക്ലിയർ വെള്ളം. ഞങ്ങൾ കുറച്ച് നേരം റോപ്പ് വേ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. അങ്ങനത്തെ ആ ടൈമിലാണ് നമ്മൾ തിരിച്ച്, അതായത് ഒരു റൗണ്ട് ഫുള്ളായിട്ടാണ് അവർ പറയുക 71 രൂപയ്ക്ക് ഒരു റൗണ്ട് ഫുള്ള് കേട്ടോ. അപ്പം ഞങ്ങളത് കണ്ട് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കാണുന്ന ബുഷ് കണ്ടോ, ഈ ചെടികൾ, നമ്മൾ നടന്നു പോകുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല സംഭവം ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഇത് കണ്ട, ഫസ്റ്റത്തെ മയിലാണ്, ഇപ്പുറത്തെ ആന, തൊട്ടിപ്പുറത്ത് ഒരു സ്ത്രീ കിടക്കുന്നത്, തൊട്ടിപ്പുറത്ത് ഒരു മുതല, അതിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു വിമാനം. ഇതൊക്കെ ഒരു വഞ്ചിനുണ്ട് അപ്പുറത്ത്. വഞ്ചിയുടെ ഉള്ളിൽ കുറേ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്, നോ പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെ റോപ്പ് വേയിൽ കൂടെ വന്നപ്പോഴാണ് എനിക്ക് കാണാനല്ല മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ റോപ്പ് വേ അവസാന നിമിഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചാടി ഇറങ്ങണം. അതും ചാടി ഇറങ്ങണം കേട്ടോ, നിർത്തിത്തരുമൊന്നുമില്ല, ചാടി ഇറങ്ങേണ്ടി വരും. ഇതാണ് നമ്മുടെ റോപ്പ് വേ. കാരണം ഇതിലിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോപ്പ് വേ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ആ സസ്പെൻഷൻ ബ്രിഡ്ജും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന് പറയുമ്പോൾ നമ്മളത് കാണേണ്ട കാര്യം തന്നെയാണ്. ഒരു വലിയൊരു അണക്കെട്ടാണ് മലമ്പുഴ. അപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് കേട്ടോ. ചൂടിനൊന്നും നമ്മൾ വക വയ്ക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ റോപ്പ് വേ എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി. അവിടെയൊക്കെ പോപ്കോൺ സംഭവങ്ങളൊക്കെ ഉണ്ട്. കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കുക, കഴിക്കുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു മലമ്പുഴ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല ഇൻട്രസ്റ്റ് ആയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.